ഗിരിജെ നീ ഗിരിജെ വിടങ്ങോട്ട്. നീ എന്തായി കാണിക്കുന്നേ? എന്റെ മോളെ ചതിച്ചല്ലോ. നമ്മൾ ഇതുവരെ അവളുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്തിട്ടില്ലേ? എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവൾക്ക് കൊടുത്തില്ലേ? ഇല്ല, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എങ്ങനെ ആ പിത്തക്കാടിയോടൊപ്പം ജീവിക്കണ്ട. അവളെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. എന്തിനാ അവള്? എന്തിന്? നമുക്ക് അങ്ങനെ ഒരു മോളില്ലാന്ന് കരുതിയാ പോരെ? എല്ലാം മുൻകൂട്ടി അവളോട് പറഞ്ഞതല്ലേ അവൻ ആരാ എങ്ങനെയുള്ളവനാണെന്നൊക്കെ. ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിങ്ങളുടെ കുളങ്കലയ്ക്ക് ചേച്ചി ഇതിനൊക്കെ കാരണം. അവള് നമ്മുടെ മോളല്ലേ. അവളുടെ കാര്യത്തില് തീരുമാനം എടുക്കാനും ഉത്തരവിടാനും അവരാരാ? അവരെ കൊന്നിട്ട് നാട് വിട്ടാലോ? പവിയേട്ടൻ ചെയ്യണ്ട. പവിയേട്ടൻ ചേച്ചി എന്ന സെന്റിമെന്റ്സും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരങ്ങ് ഉത്തരവിടുന്നു. എങ്ങനെയെങ്കിലും അവളുടെ വയറ്റിലെ ദുരന്തത്തെ പുറത്തു കളഞ്ഞിട്ട് വേറൊരുത്തനെ കണ്ടുപിടിച്ച് നമ്മൾ അവളെ കെട്ടിച്ചു കൊടുക്കില്ലേ? അതിന് അവളിപ്പോ നിന്നെ അനുസരിക്കുന്ന അവസ്ഥയിലാണോ? അവൾ അവളുടെ ആ ദർശനയുടെ പിടിയിലായി കഴിഞ്ഞില്ലേ? അതോർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഒരു തെറ്റ് പറ്റി, നമ്മളതങ്ങ് ക്ഷമിക്കില്ലേ? ആര്? നീ ക്ഷമിക്കും, ഞാൻ ഏതായാലും ക്ഷമിക്കില്ല. അവളെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എനിക്കെന്റെ മോള് നമ്മള് തള്ളി പറഞ്ഞതിലേ ഉള്ള സങ്കടം. എന്നിട്ട് അവള് എന്റെ ആ ജന്മ ശത്രുവിന്റെ കൂടെ അന്ത്യം ഉറങ്ങാൻ പോയിരിക്കുന്നു. ഗിരിജെ, നീ സമാധാനിക്കേ. ഒരു രാത്രി വെളുക്കുമ്പോ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അവള് ദർശന പറയുന്നതും കേട്ട് എന്നും കൂടെ നിൽക്കുന്നാണോ നിന്റെ വിചാരം? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുമ്പോ അവളെല്ലാം മനസ്സിലാക്കിക്കോളും. നാളെ നേരം വെളുക്കുമ്പോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. നമ്മളോടൊപ്പം നമ്മളുടെ മോളും ഉണ്ടാവും. പിടിച്ച് കൈയും കാലും കെട്ടി കാറിന്റെ ഡിക്കിയിലിട്ടിട്ടാണെങ്കിലും ഞാൻ അവളെ കൊണ്ടുപോകും. പിന്നെ ഈ മരുവത്തൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എന്ത് ചെയ്യുന്നുള്ളൊരു ആശങ്ക നിനക്ക് വേണ്ട. നീ പറഞ്ഞില്ലേ ചേച്ചി എന്ന സെന്റിമെന്റ്സും പറഞ്ഞ് ഞാനിവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഒരു കാലത്തും അങ്ങനെ ഒരു സെന്റിമെന്റ്സ് എനിക്ക് ആരോടും ഉണ്ടായിട്ടില്ല. ഞാൻ വായിച്ചൊരു നോവലിൽ പറയുന്ന പോലെ പവിത്രന് ഒരാളോടെ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. അത് ഈ പവിത്രനോട് മാത്രമാ. ഓർമ്മ തെളിയും മുമ്പ് എന്റെ കൈ പിടിച്ച് വിശ്വനാഥനും സുമംഗലയും ഇങ്ങോട്ടെന്നെ കൊണ്ടുവന്ന കാലം മുതൽ ഞാൻ കണക്കുകൂട്ടി മാത്രമാ കരുക്കൾ നീക്കിയത്. എന്റെ അച്ഛനോട് വിശ്വനാഥൻ ചെയ്തതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ അധ്വാനിച്ചത് മരുവത്തൂര് തകർന്ന് നിലം പൊത്തുമ്പോ അവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാ. ഇന്ന് വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 10 ഇരട്ടി ആസ്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. VGCക്കെതിരെ പൊന്നമത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പ്രസ്ഥാനം ഞാൻ കെട്ടിപ്പൊക്കി കഴിഞ്ഞു. അതില് ഞാനും നീയും നമ്മുടെ മോളും മാത്രമേ ഉള്ളൂ ഡയറക്ടർമാരായിട്ട്.